നമ്മുടെ അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും പുട്ടിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കാം. അടിപൊളി മുട്ടക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ള ആളുകൾ ക്ഷമിക്കുക. എപ്പോഴും എൻ്റെ അടുത്ത് തേങ്ങ ഒഴിവാക്കി തേങ്ങാപ്പാലും ഒഴിവാക്കിയിട്ടുള്ള റെസിപ്പികൾ ചെയ്യാൻ പറയാറുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ടേസ്റ്റ് ഉള്ള റെസിപ്പികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലേ പറ്റുള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ മടിക്കാതെ ഉണ്ടാക്കേണ്ട റെസിപ്പി ഉണ്ട് ഇത്. അതായത് നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കാറില്ലേ, ഫിഷ് മോളി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ട് എഗ് മോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കറികളും ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ള പോലെ തന്നെ കുറച്ച് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്തില്ലെങ്കിൽ ഒരു കറിയും പെർഫെക്റ്റ് ആവില്ല. എന്താ വെച്ചാൽ പഞ്ചസാര ചേർക്കേണ്ട കറികൾ പഞ്ചസാര ചേർത്തില്ലെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്ന കാര്യം പറഞ്ഞത്. പിന്നെ എരിവൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ ചേർക്കുന്ന ആ എരിവായിരിക്കില്ല നിങ്ങളുടെ ഭാഗത്തിലുള്ള എരിവ്. അപ്പൊ അതിന്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത്ര എരിവ് ചേർത്തു എന്ന് പറഞ്ഞിട്ട് ചേച്ചി അത്ര ചേർത്തുള്ളൂ, അപ്പൊ ഞങ്ങളും ചേർക്കാണ്, അപ്പൊ എരിവ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ എരിവ് നമുക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും പറ്റുന്ന രീതിയിലുള്ള പച്ചമുളക് ചേർക്കുക. അപ്പോൾ ഇതില് 2-3 രീതിയിൽ നമുക്ക് ഈ ഒരു എഗ് മോളി ചെയ്യാം. ഇതിൽ മുട്ട പൊട്ടിച്ചൊഴിക്കണം എന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് കറിയിലേക്ക് ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മോളി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ എഗ് മോളിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മുട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവോള, പെരുംജീരകം പൊടിച്ചത്, പിന്നെ ഇതിൽ ഗരം മസാലപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് കുരുമുളക് ചതച്ചെടുത്തതാണ്. അപ്പോൾ കുരുമുളക് പൊടിയും വേണം, കുരുമുളക് നമ്മൾ ക്രഷ് ചെയ്തെടുത്തതും വേണം. അതുപോലെ തന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും വേണം. പിന്നെ ഇത് ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില. ഞാനിപ്പോൾ 6 മുട്ടയ്ക്ക് 6 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 തക്കാളിയും 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എരിവുള്ള കറിയാണ്, പക്ഷേ നമ്മൾ മുളക് പൊടി ചേർക്കില്ല. ഈ ചതച്ച കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവാണ് ഈ കറിക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുട്ട പുഴുങ്ങി ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഗ് ഡ്രോപ്പ് കറിയിൽ ചെയ്തതുപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അതെപ്പോഴാണ് പൊട്ടിച്ചൊഴിക്കേണ്ട സ്റ്റേജ് എന്ന് ഞാൻ പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ട് മുട്ട ഒന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. 6 മുട്ടയാകുമ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ട എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച്, ഓരോ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി നമ്മൾ ഗ്രേവിയിൽ ഉപ്പ് ചേർക്കും, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് ഫൈൻ പൗഡറാണിത്, നമ്മൾ ക്രഷ് ചെയ്തെടുത്തതല്ല. മുട്ടയിലേക്ക് ഉപ്പും കുരുമുളകും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയുടെ മഞ്ഞക്കരു ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വൈറ്റും യെല്ലോയും നമ്മൾ മിക്സ് ആയി പോവും. ഇനിയിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 6 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണോ നമ്മുടെ സൗകര്യം അതനുസരിച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് കുക്കാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രേവി റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം, അതുപോലെ തന്നെ സവോള. അപ്പോൾ വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ ഇഞ്ചിയുടെ കൂടെ തന്നെ വെളുത്തുള്ളി ചേർക്കുക, പച്ചമുളക്, കറിവേപ്പില. ഇതിൻ്റെ കൂടെ നമുക്ക് സവോള സോഫ്റ്റായി വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി തുടങ്ങാം. അപ്പോൾ 1 തണ്ട് കറിവേപ്പില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് അവസാനം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ സവോളയിൽ നിന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പികൾ കാണാത്ത ആളുകൾ എല്ലാം കാണുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു, അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുക. ഇതിനെയൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ, നമ്മുടെ മുട്ടയും കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ മുട്ട കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത്രയും മതി, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ തന്നെ മാറ്റുന്നില്ല, ഞാൻ കറിയിലേക്ക് ചേർക്കാറാവുമ്പോഴേ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യാണ്.
പിന്നെ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഗ്രേവിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ സവാള വഴന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുട്ട കുക്ക് ചെയ്തെടുത്തത് ഇപ്പോൾ 6 മിനിറ്റാണ്. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 6 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ മുട്ട കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ പറഞ്ഞിരുന്നു മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ കൂടുതൽ സമയം വയ്ക്കുക, ഇല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 6 മിനിറ്റ് വെച്ചാൽ മതി, മുട്ട കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ഗോൾഡൻ ഷെയ്ഡ് വന്ന് തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഫിഷ് മോളി, എഗ് മോളി, എല്ലാ മോളിയും നമ്മൾ ചെയ്യുമ്പോൾ ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 6 സവാള എടുത്തു എന്നുണ്ടെങ്കിലും ഇപ്പോൾ കുക്കായി വരുമ്പോൾ സവാളയുടെ അളവ് വളരെ കുറഞ്ഞു, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണം എന്നനുസരിച്ച് സവാളയുടെ എണ്ണ എപ്പോഴും കൂടുതൽ എടുക്കുക. സവാള കുക്കായി വരുമ്പോൾ അളവ് കുറയും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ചെടുക്കാൻ സമയമില്ല, ഇപ്പോൾ ഇഞ്ചി മുറിച്ചെടുക്കാൻ സമയമില്ല എന്നുള്ള നമ്മൾ തിരക്കിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് കുക്കായി വരുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇനി മല്ലിപ്പൊടി ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പെരിഞ്ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും ആണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ ചതച്ച കുരുമുളക് ചേർക്കാം. അതിനുശേഷം നമുക്ക് എരിവ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ കുരുമുളക് വീണ്ടും ചേർക്കാം. ആദ്യമേ തന്നെ നമ്മൾ കൂടുതൽ കുരുമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോയാൽ കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് ചേർക്കാമെന്ന് പറഞ്ഞത്. ഇതിലേക്ക് നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാല് ചേർക്കാം. 2ാം പാല് ചേർത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വയ്ക്കുക. നമ്മൾ പൊടികൾ ചേർത്തപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതാണ്. ഈ 2ാം പാലൊന്ന് തിളച്ച് കുറുകി വരണം. അതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അടച്ചു വയ്ക്കണമെന്നുണ്ടെങ്കിൽ അടച്ചു വയ്ക്കാം, അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തുറന്നിരുന്നാൽ തന്നെ വേഗം തിളച്ച് കുറുകി കിട്ടിക്കോളും. അപ്പോൾ ഇത് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കറക്റ്റ് ആക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് മുട്ട ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവാണ്. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് അധികം കുക്ക് ആവരുത്. അപ്പോൾ ഗ്രേവി തിക്കായി കഴിയുമ്പോൾ മാത്രം തക്കാളി ചേർക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കാൻ പോവാണ്. ആ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്രേവിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണം എന്ന് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ മുട്ട ചേർക്കാൻ. മുട്ട ചേർത്തതിന് ശേഷം നമ്മളിനി കൂടുതൽ സമയം കുക്ക് ചെയ്യില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക്, ഈ മുട്ടയുടെ മുകളിലേക്ക് ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിന് 1 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുക. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടല്ല പൊടിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാലും ചേർക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുട്ട ചേർത്തില്ല, അതിന് തൊട്ട് മുന്നേ ആയിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് അടച്ചു വെച്ച് 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്താൽ മതി. നമ്മളെല്ലാം ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാലും പെരിഞ്ജീരകപ്പൊടിയും എല്ലാം ചേർത്ത് കഴിയുമ്പോൾ പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ടോ 4ആയിട്ട് കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്യാതെയോ അതെങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കറിവേപ്പില. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ഇതൊന്ന് ചൂട് കുറഞ്ഞ് വന്നിട്ട് സെർവ് ചെയ്യാം. മിനിമം 20 മിനിറ്റെങ്കിലും അടച്ചു വയ്ക്കുക. ഈ മസാലയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ മുട്ടയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി നമ്മൾ അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറക്കാം. ഇത് കണ്ടോ, തക്കാളിയൊക്കെ ഉടഞ്ഞു പോവാതെ കളറൊന്നും മാറിപ്പോവാതെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് പാലപ്പത്തിൻ്റെ കൂടെയോ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഏതാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു കറിയും കൂടി ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും.
അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുന്ന ആളുകൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയതായിട്ട് കാണുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.